Chapter name is His First Flight, written by Liam O'Flaherty. അപ്പോൾ അടുത്ത പാഠാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് ആദ്യത്തെ പറക്കൽ, അവൻ്റെ ആദ്യത്തെ പറക്കൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കഥയിലൂടെ പറയുന്നത് ഒരു കാക്കക്കുഞ്ഞ്, ആ കാക്കക്കുഞ്ഞിൻ്റെ ഫസ്റ്റ് പറക്കലിനെ കുറിച്ചിട്ടാണ്. അവന് 3 സഹോദരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു സഹോദരിയുണ്ട്, അതുപോലെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ ഇത്ര ആളുകളാണ് അവൻ്റെ കുടുംബത്തിലുള്ളത്. അപ്പോൾ ഇവർക്കെല്ലാം പറക്കാൻ അറിയാം, പക്ഷേ അവന് മാത്രം എന്തില്ല, അറിയില്ല. അപ്പോൾ അവന് ഒന്നാമത് പറക്കാനുള്ള ധൈര്യമില്ല. അതാണ് നമ്മൾ എബ്രഹാം ലിങ്കൻ്റെ പാഠത്തിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ, അതേമാതിരി പറക്കാൻ അവനെന്തില്ല, ധൈര്യമില്ല. പറക്കുമ്പോൾ വീഴുമോ അല്ലെങ്കിൽ എന്തൊക്കെ പറ്റുമോ എന്നുള്ളൊരു ഭയമാണ് അവന് പറക്കാതിരിക്കാനുള്ള കാരണം. അങ്ങനെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി അവനെ പ്രോത്സാഹിപ്പിച്ച് അവസാനം അവൻ പറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോത്സാഹനം ഇതിൻ്റെ വളരെ വലിയൊരു ഭാഗമാണ്. അതായത് ഒരാൾക്ക് പ്രോത്സാഹനം കിട്ടിയാൽ തന്നെ ഒരാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിതത്തിൽ വിജയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാഠത്തിലൂടെ അതാണ് തീമായിട്ട്, അതിൻ്റെ മെയിൻ ആശയം അതാണ്. നമുക്ക് പാഠം ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. അതിനു മുമ്പ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് അവിടെ വായിക്കാനുള്ള കുറച്ച് കണ്ട്. ലെറ്റ് us read the story of young seagull that was afraid to make its first flight, and how its parents goaded it into action and thereby equipped it to face the challenges of life. അതായത് സീഗൾ ദാറ്റ് വാസ് അഫ്രൈഡ്, എന്തായിരുന്നു, അവന് ഭയമായിരുന്നു. സീഗൾസ് എന്ന് പറഞ്ഞാൽ കടൽക്കാക്ക എന്നർത്ഥം. സീഗൾ മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ് കോഡഡ് ഇൻ ടു ആക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് പാരൻസ് അവനെ നയിച്ചത് ആക്ഷൻ, പ്രവർത്തനത്തിലേക്ക്, അതായത് എങ്ങനെയാണ് പറക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രവർത്തനത്തിലേക്ക് എങ്ങനെയാണ് പാരൻസ് നയിച്ചത്. ആൻഡ് ദെയർ ബൈ എക്വിപ്ഡ് ഇറ്റ് ടു ഫേസ് ദ ചാലഞ്ച് ഓഫ് ലൈഫ്, എങ്ങനെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ വെല്ലുവിളികൾ അത് അഭിമുഖീകരിക്കുക എന്ന് അവൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയുന്നത്. Let us read. Firstly, the young seagull was alone on his ledge. His 2 brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്, സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. അവൻ്റെ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരറ്റം, ആ അറ്റത്ത് അവന് തനിച്ചായിരുന്നു. ഹിസ് 2 brothers and his sister had already flown away the day before. മുമ്പത്തെ ദിവസങ്ങളിൽ തന്നെ, തലേന്നത്തെ ദിവസം എന്നൊക്കെ പറയാം, ഡേ ബിഫോർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ സിസ്റ്റർ, അവൻ്റെ സഹോദരിയും, ആൻഡ് 2 brothers, അപ്പോൾ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് അവൻ്റെ കൂടെ ഉള്ളത്.
അവർ ഓൾറെഡി എന്തായിട്ടുണ്ട്, ബിഫോർ ഫ്ലോൺ അവേ, അവർ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം, അവരോട് കൂടെ പറന്നു പോകാൻ അവനെന്തായി, അഫ്രൈഡ്, അവന് ഭയപ്പെട്ടു. സംഹൗ when he had taken a little run forward to the brink of the ledge, somehow എങ്ങനെയോ, when he had taken a little run, കുറച്ച് മുന്നോട്ടൊക്കെ ഓടാൻ വേണ്ടി അവനെന്തായി, ശ്രമിച്ചപ്പോൾ ടു ദ ബ്രിങ് ഓഫ് ദ ലെഡ്ജിൻ്റെ ഒരു ഭാഗത്തേക്ക്, അതായത് ആ ഒരു എന്താ പറയുക, ഒരു കൂർത്ത ഭാഗം എന്നൊക്കെ പറയാം, ഒരു സൈഡിലേക്ക് എന്തായി അവന് പറക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചപ്പോൾ, ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകൾ ഇങ്ങനെ കൂട്ടിയടിക്കാൻ വേണ്ടി അറ്റംപ്റ്റ്, അവന് ഒരു ശ്രമം നടത്തി. ഹി ബിക്കേം അഫ്രൈഡ്, പക്ഷെ അവനെന്തായി, ബിക്കേം അഫ്രൈഡ്, അവൻ പിന്നെ ഭയങ്കര പേടിയുള്ളവനായി തീർന്നു, അഫ്രൈഡ്. ദ ഗ്രേറ്റ് എക്സ്പെൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബെനീറ്റ്സ്, ദ ഗ്രേറ്റ് എക്സ്പെൻസ് ഓഫ് സീ, ആ കടലിൻ്റെ ആ വിശാലത, എക്സ്പെൻസ് പറഞ്ഞാൽ വിശാലത, സ്ട്രെച്ച് ഡൗൺ ബെനീറ്റ്സ്, താഴെ എന്തായി അവനിങ്ങനെ സ്പർശിച്ചു, സ്ട്രെച്ച്ഡ്, അവനെന്തായി, കടലിൻ്റെ ആ വിശാലത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയം തോന്നി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടലിൻ്റെ ആ ഒരു വലിയ വിശാലത എന്തായി, അവനിങ്ങനെ സ്പർശിച്ചു. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ, അതെന്തായിരുന്നു, വളരെ ലോങ് ആയിരുന്നു. ഡൗൺ മൈൽസ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയിട്ട് കിടക്കുകയായിരുന്നു കടൽ. ഹി ഫെൽറ്റ് സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. ഹി ഫെൽറ്റ്, അവനെന്തായി, തോന്നി, സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, ഒരിക്കലും എന്തില്ല, അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവനിക്ക് തോന്നി. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. പിന്നെന്തായി, സോ ഹി ബെൻഡ് ഹിസ് ഹെഡ്, അവനെന്തായി, അവൻ്റെ തല വളച്ചു. ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ, അവനെന്തായി, ആ ഹോളിലേക്ക്, ആ ചെറിയ ദ്വാരത്തിലേക്ക് പുറകോട്ട് വന്നു. അണ്ടർ ദ ലെഡ്ജ്, ആ കൂർത്ത ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ അറ്റത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന ആ ഹോളിലേക്ക് അവനെന്തായി, തിരിച്ചു വന്നു. ആ അറ്റം എവിടെയായിരുന്നു, വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്, രാത്രിയിൽ അവൻ ഉറങ്ങാറുണ്ടായിരുന്ന ആ ഒരു ഹോളിൻ്റെ അടുത്തേക്ക് എന്തായി, അവന് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ കുറച്ച് പറക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ എന്തായില്ല, നടന്നില്ല. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away. He failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening to let him strive on his ledge unless he flew away. But for the life of him he could not move. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, അവൻ്റെ ബ്രദേഴ്സും അതുപോലെ തന്നെ അവൻ്റെ സിസ്റ്ററും എന്ത് ചെയ്തു, ഹോസ് വിങ്സ് വെർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, അവൻ്റേതിനേക്കാളും പിന്നെ ചെറിയ ചിറകുകളായിരുന്നിട്ട് പോലും അവൻ്റെ സിസ്റ്ററും അതുപോലെ തന്നെ ബ്രദേഴ്സും എന്ത് ചെയ്തു, അവർ റാൻ ടു ദ ബ്രിങ്ക്, ആ ഒരു തീരത്തേക്ക് അവരെന്തായി, പറന്നുപോയി, ഒരു ഭാഗത്തേക്ക് അവർ പറന്നുപോയി. ഫ്ലാപ്പ്ഡ് ദിയർ വിങ്സ്, അവരുടെ ഫ്ലാപ്പ്ഡ് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു, അടിക്കുക, ദിയർ വിങ്സ്, അവരുടെ ചിറകുകൾ അടിച്ചുകൊണ്ട് അവർ പറന്നുപോയി. ആൻഡ് ഫ്ലൂ അവേ, ചിറകുകൾ അടിച്ചുകൊണ്ട് ആൻഡ് ഫ്ലൂ അവേ, അവരെന്തായി, പറന്നുപോയി. ഹി ഫെയിൽഡ് ടു മാസ്റ്റർ അപ്പ് കറേജ്, അവനെന്തായി, പരാജയപ്പെട്ടു. ടു മാസ്റ്റർ അപ്പ് ദ കറേജ്, ധൈര്യം സംഭരിക്കാൻ. ടു ടേക്ക് ദാറ്റ് പ്ലങ്ക് വിച്ച് അപ്പിയേർഡ്, അങ്ങനെ എന്തായി, അവന് പറക്കാൻ വേണ്ടി. ടു ടേക്ക് ദാറ്റ് പ്ലങ്ക്, അവൻ്റെ എന്താ പറയുക, പറക്കാനുള്ള ആ ഒരു ശ്രമം, അതിനുള്ള ഒരു ധൈര്യം അവനെന്തായി, സംഭരിക്കാൻ അവർ പരാജയപ്പെട്ടു.
സോ അപ്പിയർഡ് ടു ഹിം സോ ഡിസപ്പറേറ്റ്, അവൻ എന്തായി, നിരാശനായി. ഡിസപ്പറേറ്റ് പറഞ്ഞാൽ നിരാശനായി. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി, അവൻ്റെ ഫാദറും അതുപോലെ തന്നെ മദറും എന്തായി, അവനെ ടു ഹിം ഷ്രില്ലി, ഷ്രില്ലി പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിക്കുക, അവനെന്തായി ഉറക്കെ വിളിച്ചുകൊണ്ടിങ്ങനെ വന്ന്, അവൻ്റെ ഫാദറും അതുപോലെ തന്നെ മദറും ഹാഡ് കം അറൗണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി പറഞ്ഞാൽ ഉറക്കെ, സ്കോൾഡിങ് ഹിം അവനെ ആക്ഷേപിച്ചുകൊണ്ട്, തേർട്ടണിങ് ടു ലെറ്റ് ഹിം സ്ട്രൈവ് ഓൺ അവനെന്തായി ഭയപ്പെടുത്തിക്കൊണ്ട്, ടു ലെറ്റ് ഹിം സ്ട്രൈവ് ഓൺ ഹിസ് ലെഡ്ജ് അവൻ്റെ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു അറ്റത്ത് എന്ത് ചെയ്യണം, ഓനെ അങ്ങനെ അവനെ ഭയപ്പെടുത്തി. എന്ത് പറഞ്ഞിട്ടാണ് ഭയപ്പെടുന്നത്, ടു ലെറ്റ് ഹിം സ്ട്രൈവ് ഓൺ ഹിസ് ലെഡ്ജ് അവൻ്റെ സ്ട്രൈവ് എന്ന് പറഞ്ഞാൽ അവനെ പട്ടിണി കിടത്തുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട്, എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ അൺലെസ് ഹീ ഫ്ലൂ അവേ അവന് പറക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അൺലെസ് ഹീ ഫ്ലൂ അവേ അവൻ പറക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഇവിടെ പട്ടിണി കിടത്തുമെന്ന് അവന് ഭീഷണിപ്പെടുത്തി. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം, പക്ഷേ അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം, ഹി കുഡ് നോട്ട് മൂവ്, അപ്പോൾ എന്തായില്ല ചലിച്ചില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തായില്ല അവന് ചലിക്കാൻ എന്തായില്ല പറക്കാൻ കഴിഞ്ഞില്ല.